ഞാൻ കൊന്നാളെ നിന്നെ. എന്തായി സാർ, സാറിന്റെ മകൻ ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. അയ്യോ എന്ത് ചെയ്യണം? മോശം. അവൻ ഒരിക്കലും നിങ്ങളെ കണ്ടുപിടിക്കരുത്. എങ്ങനെയെങ്കിലും അവനെ തടഞ്ഞിരിക്കണം. ശരി സാർ, ഓക്കെ. നിങ്ങളൊക്കെ ആരാ? എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഉണ്ടായിരുന്നോ? ശബ്ദിച്ചാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മോളെ, വന്ദന അമ്പലത്തിൽ നിന്ന് നേരെ വിക്രമിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് എങ്ങാനും പോയി കാണുമോ? അവിടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് ഇതുമായിട്ട് എന്ത് ബന്ധമേ? മോളെ, ഇവിടെ ഇപ്പൊ മാധവനില്ലല്ലോ. എന്തെങ്കിലും കാര്യത്തിന് സംശയം ചോദിക്കാനോ മറ്റോ വിക്രം വിളിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ വിക്രം വിളിക്കാൻ വഴിയില്ല. അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിലും എന്നോട് അനുവാദം ചോദിക്കാതെ അവള് ഗസ്റ്റ് ഹൗസിലേക്ക് പോകില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. പിന്നെ എന്തു മനസമാധാനത്തോടെ വീട്ടിലുള്ളവരിയ്ക്കുന്നേ? മാധവനെ വിളിച്ചറിയിച്ചാലോ? രാമേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്ന മാധവേട്ടനെ വിളിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മനസമാധാനം കൂടി കെടുത്താനോ? അവള് വരും, കാത്തിരിക്കാം. അതിനല്ലേ നമുക്ക് കഴിയും. അല്ല, അമ്മയും അച്ഛമ്മയൊന്നും ഇറങ്ങാതെ ഇവിടെ നിൽക്കുവാണോ? വിക്രമിന്റെ കാർ ഇപ്പൊ എത്തും. നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോകണ്ടേ? നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ഞങ്ങൾ പുറകെ വരാം. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളാരെയോ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരെയാ നോക്കുന്നേ? മോനെ, രാവിലെ ക്ഷേത്രത്തിൽ പോയ വന്ദന ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നിട്ടില്ലാന്നോ? നേരം വെളുത്തപ്പോ പോയതല്ലേ അവള്? വിളിച്ചു ചോദിച്ചില്ലേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചേച്ചി ഫോൺ എടുക്കുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ മനോജെ. അച്ഛൻ സ്ഥലത്തുമില്ല. ഗസ്റ്റ് ഹൗസിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കല്യാണപ്പെണ്ണിന്റെ ചേച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ സഹോദരന്മാർക്ക് രണ്ടുപേർക്കും കൂടി ക്ഷേത്രത്തിൽ പോയി ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? എവിടെ? അച്ഛനും അമ്മയും സഹോദരിയും പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയവരല്ല. പിന്നല്ലേ ക്ഷേത്രത്തിൽ പോയി അന്വേഷിക്കാൻ പോണേ? മിണ്ടരുത്. മനോജെ, ഏതായാലും അവള് വന്നിട്ട് പോവാ. ഇത്രയും നേരം അവൾ എവിടെ പോയി കിടക്കായിരുന്നു നമുക്ക് ചോദിക്കാലോ. നീ വാ. എന്റെ ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് വയ്യ. ഈശ്വരൻ, കൊച്ചി ഇതെവിടെ പോയി കിടക്കുന്നു? എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന? പാതാളക്കുഴിയിലേക്ക്. നിനക്ക് മൂപ്പൽപ്പം കുറവുണ്ട്. തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് ശരിക്കും നിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാനാ കൊണ്ടുപോകുന്നു. അവന്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാൻ സമയമായി. അപ്പോ ഇവൻ രണ്ടും കൽപ്പിച്ചാണല്ലോ. അവന്റെ ഒരു വണ്ടി.
അടങ്ങിയില്ലേ ഇവിടെ? വന്ദനയുടെ ഫോൺ വന്നോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും കിട്ടിക്കാണില്ല. കുടുംബത്തിന് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുക അവള്. അച്ഛൻ സ്ഥലത്തുമില്ല, അമ്മയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഒതുങ്ങുകയില്ല. എരണം കെട്ട ജാതകദോഷം മാത്ര ആകെയുള്ളൊരു മുതൽക്കൂട്ട്. കുടുംബം മുടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ചേച്ചിയുടെ വിവാഹവും നടക്കില്ല. എന്നാ അനീറ്റയുടെ വിവാഹം നടക്കരുതെന്നുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം എവിടെയെങ്കിലും മുങ്ങിക്കളഞ്ഞാണോ? ഡാ, അവളുടെ പടം വെച്ച് പ്രചരിക്കുന്ന അപവാദ പോസ്റ്ററിന്റെ കാര്യം വിക്രം ഇതിനകം അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ആളെ കൂടി കാണാതായപ്പോ പിഴച്ച കൂട്ടങ്ങളാണെന്ന് വിക്രം വിധി എഴുതിയാൽ എന്താ തെറ്റ്? അയാൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? കരുനാക്കെടുത്ത് വളയ്ക്കാത്തടാ മഹാഭാവി. നിന്റെയൊക്കെ പെങ്ങളായിട്ട് അവള് ജന്മം എടുത്തു പോയി. ഇങ്ങനെയൊക്കെ ചവിട്ടി താഴ്ത്താതടാ. ഒന്നും പറയണ്ടമ്മേ, അവന്മാർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തലയ്ക്കട്ടെ. അങ്ങനെയെങ്കിലും എന്റെ പൊന്നുമോളുടെ ശാപദോഷത്തിന് ശാന്തി കിട്ടട്ടെ. ഇത്തവണ അവനെ മറിച്ചില്ലെങ്കിൽ നമ്മുടെ തല പോയത് തന്നെ. അവനെ മറിച്ചിടാനുള്ള വഴി നോക്കണം. അവനെ ഇടിച്ച് മറിക്കട. അതിന്റെ പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഇനി അവന്റെ കാര്യം കട്ടപ്പോക. വിട്ടോടാ, പറത്ത് വിട്ടോ. ഇനി ആരും പുറകെ വരത്തില്ല. വിട്ടോ. ഹലോ, ഓ ശരി. സാറേ, വന്ദനയെ പൊക്കി. ഇനി അവൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഒന്ന് പതുക്കെ പോടാ. അവളുടെ പരാതി അന്വേഷണമൊക്കെ ഇതോടെ തീർന്നു. സാർ സേഫായി. അവളെ പൂട്ടിയിരിക്കുക. അവളെ പൂട്ടിയോ? നല്ല മണിച്ചത്തായിട്ട് തന്നെ പൂട്ടിക്കൊള്ളാൻ പറ. കരിനായങ്ങളെ സ്വപ്നം കണ്ടുറങ്ങട്ടെ. ഇല്ലേ, ഉഗ്രവിഷമുള്ള പാമ്പുകളെ ഇറക്കി അവളുടെ മുന്നിലേക്ക് വിടാൻ പറ. അവറ്റകൾ അവളെ കൊത്തി 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 കൊല്ലട്ടെ. കുറുപ്പിനോടാണ് കളി. വന്ദന
രണ്ട് വഴിയുണ്ട്, എങ്ങോട്ടാ പോകണ്ടേ? റൈറ്റ് തിരിഞ്ഞ് പോടാ. ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരികയാണെങ്കിൽ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം ഉണ്ടാവണം. അടങ്ങിയിരിക്കേ, അടങ്ങിയിരിക്കേ. ആ വണ്ടി ഇങ്ങോട്ട് പോയി, കാണുന്നില്ല. ഇറങ്ങടി, ഇങ്ങോട്ട് വാടി. എന്നെ എന്തിനാ കൊണ്ടുവന്നത്? അനുസരിപ്പിക്കാൻ. നിന്നെ പോലുള്ള എത്രയോ അഹങ്കാരികളുടെ ജീവൻ പിടഞ്ഞു വീണ മണ്ണായത്. അവരുടെയൊക്കെ ആത്മാക്കളെ കാണണോ നിനക്ക്? വാ, നടക്ക്. നടക്കടി അങ്ങോട്ട്. ആരെ രക്ഷിക്കണേ നോക്കട്ടെ ഞാൻ. വാ, നടക്ക്. കൈപിടിച്ച് കെട്ടണ, കൈ പിടിച്ച് കെട്ടണ. അടങ്ങിയിരിക്കട്ടെ അവിടെ. ഇതാണ് നിന്റെ സുഖവാസ കേന്ദ്രം. ഇവിടെ പാമ്പുകളും നരിച്ചീലുകളും കരിന്തേളുകളും ഒക്കെ നിന്റെ സഹജീവികള്. ഇവിടെ കഴിയണോ അതോ പുറം ലോകത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കണോ? നീ ആലോചിച്ച് തീരുമാനിക്കേ. ആടാ, ഇവള് ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. ദേവി, എന്റെ വർഷയുടെ കല്യാണാണ്. ഇനി ആ കല്യാണം കൂടി മുടങ്ങിയ ആലോചിക്കാൻ വയ്യ എനിക്ക്. കഴിക്കുമോളെ? വേണ്ട, എനിക്ക് വന്ദനമ്മ കാണണം. വന്ദനമ്മ എവിടെ പോയതാ? വന്ദനാമ്മ ക്ഷേത്രത്തിൽ പോയിരിക്ക. ഇപ്പൊ വരും. ഓളുടെ വർഷാന്റെ അല്ലേ തരുന്നത്? ആഹാരം കഴിക്ക്. കഴിക്കുമോളെ? വേണ്ട, വന്ദനമ്മ തന്നാലേ ഞാൻ കഴിക്കൂ. എനിക്ക് വന്ദനമ്മ കാണണം. കുറച്ച് കഴിക്കുമോളെ. വേണ്ട. എന്താ ഇത്? വന്ദനമ്മ വന്നോ? വന്നിട്ടില്ല, ഉടനെ വരും മോളെ. ഇനിയും വന്നില്ലേ? എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് വന്ദനമ്മയും പോയോ? എനിക്ക് വന്ദനമ്മ കാണണം. തനിച്ചാക്കിയിട്ടില്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ മോളെ. വന്ദനാമ്മ നിനക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോയിരിക്കില്ലേ? മോളുടെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുമ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടാലേ ദേവീകോപം ഉണ്ടാവും മോളെ. ഉണ്ടായിക്കോട്ടെ, വന്ദനമ്മ തരാതെ നീ ഒന്നും കഴിക്കൂല. അയ്യോ, ദേവിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലേ മോളെ, പാപം കിട്ടും. എന്നെ പട്ടണിക്കിരുത്തിയിട്ട് വന്ദനമ്മയെ പിടിച്ചു വച്ച ദേവിക്കും കിട്ടും പാവം.
കല്യാണം കഴിഞ്ഞ് വർഷാന്റെ അങ്ങ് പോവും. ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കാതെ എന്നെ വേദനിപ്പിച്ച് വിടാനാണോ മോളുടെ ആഗ്രഹം? മോളുടെ ഈ പിടിവാശി വർഷാന്റിക്ക് വലിയ സങ്കടമായിരിക്കാം. എന്നാ വർഷാനി പോയി വിക്രമങ്ങളുമായി ഫോണിൽ സംസാരിക്കേ, സങ്കടമൊക്കെ മാറും. എന്നാലും ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കില്ലേ? ഇല്ല, വന്ദനമ്മ വന്നാലേ ഞാൻ വെള്ളം പോലും കുടിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം. എടീ, നിനക്ക് ഞങ്ങൾ 24 മണിക്കൂർ സമയം തരും. അത് ഞങ്ങളുടെ ഔദാര്യം. അതിനുള്ളിൽ ഞങ്ങളുടെ ആവശ്യം നീ അംഗീകരിച്ച് തന്നാൽ നിന്നെ വിട്ടേച്ചേക്കാം. അല്ലാത്ത പക്ഷം നിന്റെ ശവം പോലും പുറത്തു കാണില്ല. എന്തു പറയുന്നു? ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭയക്കുന്നില്ല. എന്റെ ദേമോൾക്ക് നീതി കിട്ടണം. അവളുടെ അച്ഛനെയും അച്ഛമ്മയും ചതിച്ചു കൊന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കും. അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്റെ ജീവനാണെങ്കിൽ അത് ഞാൻ കളയും. അപ്പോ ഒരു പുരുഷനെ കെട്ടാൻ യോഗമില്ലാത്ത നീ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എങ്കിൽ നിന്റെ വിധി ഞങ്ങൾ നടപ്പിലാക്കുകയാണ്. തൂക്കിലേറ്റ് മുന്നേ കറുത്ത തുണിയിട്ട് പറിക്കാറില്ലേ, അതുപോലെ. വിക്രമാണല്ലോ. മോനെ. എന്താ അമ്മേ, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? മോനെ, ഞങ്ങള് പിന്നെ രാഹുകാലം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. രാഹുകാലം കഴിയാനോ? നല്ല കഥയായി. എന്റെ അമ്മേ, രാഹുകാലമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഇറങ്ങും. ഓ ഫോൺ വെച്ചേക്ക്. ശരി അമ്മേ. ഓക്കെ. ക്ഷേത്രത്തിലേക്ക് പോയ വന്ദനയെ കാണാനില്ലെന്ന് വിക്രമിനോട് എങ്ങനെ പറയും? അഥവാ പറഞ്ഞാൽ തന്നെ ഈ സന്ദർഭത്തിൽ വിക്രമിന് എന്ത് ചെയ്യാൻ പറ്റും? ദേവി, ഭഗവതി, നീ വല്ലാതങ്ങ് പരീക്ഷിക്കല്ലേ. എന്നെ ഇപ്പോ വിക്രം വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ എത്രയെന്നാ പറഞ്ഞേ. കൃത്യനിഷ്ഠയുടെ കാര്യത്തില് പുള്ളിക്കാരൻ വളരെ സ്ട്രിക്റ്റാ. പോലീസിൽ കൊടുത്ത പരാതിയും വന്ദനിച്ചയെ കാണാത്തതും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ കല്യാണം അപകടം മൂലം നടക്കാതെ പോയെങ്കിൽ അനീതയുടെ കല്യാണം ചേച്ചിയെ കാണാത്തത് മൂലം മുടങ്ങുമെന്ന എന്റെ പേടി. എങ്ങനെയും കല്യാണം നടക്കാനുള്ള വഴി ആലോചിച്ചേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നതാ, അവളെ അഴിച്ചുവിടരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവള് വലിയ മജിസ്ട്രേറ്റ് കളിച്ചിട്ട് വർഷയുടെ കല്യാണം മുടങ്ങാറായില്ലേ? നമുക്ക് പോകാനുള്ള വണ്ടി ഉടനെ അയക്കുമെന്ന വിക്രം പറഞ്ഞത്. വണ്ടി വന്നു കഴിഞ്ഞാലും ചേച്ചി എത്തിയില്ലെങ്കിൽ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗേ കാണുന്നുള്ളൂ.
വന്ദനയെ കാണാനില്ല എന്നുള്ള വിവരം തൽക്കാലം നമുക്ക് വിക്രമിൽ നിന്ന് മറച്ചു വെക്കാം. എന്നിട്ട് ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ കൃത്യമായ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞിട്ടാവാം വന്ദനയെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടുപിടുത്തവും ഒക്കെ. എന്റെ വന്ദനേച്ചി ഇല്ലാതെ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ട. മോളെ എന്താ ഇവിടെ ഇങ്ങനെ? അവള് ഫോൺ എടുക്കുന്നില്ല. മനോജെ, എനിക്ക് പേടിയാവുന്നടാ. അമ്മയ്ക്ക് പേടിയാവുന്നു. ഏത് ദൈവമാണ് നിന്നെ രക്ഷിക്കാൻ വരുന്നതെന്ന് നോക്കട്ടെ.